വയനാട് ദുരന്തബാധിത മേഖലകളിലെ വായ്പാ തിരിച്ചടവുള്ളവരെ സ്വകാര്യ ഫിനാൻസ് ഏജൻസികൾ സമ്മർദ്ദത്തിലാക്കുന്നതായി പരാതി. ദുരന്തബാധിതന്റെ സുഹൃത്ത് റിപ്പോർട്ടർ ടിവിയുമായി പരാതി പങ്കിട്ടതോടെ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടു. പ്രശ്നം പരിഹരിക്കാൻ ADM-നെ ചുമതലപ്പെടുത്തുമെന്ന മന്ത്രി കെ രാജൻ തന്നെ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ക്യാമ്പിൽ കഴിയുന്ന സുഹൃത്തിന് സർവ്വതും നഷ്ടപ്പെട്ടു. സുരക്ഷിതരാണോ എന്ന് അന്വേഷിച്ച സ്വകാര്യ പണമിടപാട് സ്ഥാപനം വായ്പാ തിരിച്ചടവ് വേഗത്തിലാക്കണമെന്നും നിർബന്ധിച്ചു. പിന്നാലെയാണ് ജിനേഷ് റിപ്പോർട്ടറിനെ സമീപിച്ചത്. വിളിച്ചു ചോദിച്ചു, നിങ്ങൾ സേഫ് ആണോ ചോദിച്ചു. അപ്പൊ ഓക്കെ, ഞാൻ സേഫ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സേഫ് ആണോ പറഞ്ഞപ്പോ അവർ ചോദിച്ചു, ഓക്കെ നിങ്ങൾ സേഫ് അല്ലേ, നിങ്ങൾ EMI പെൻഡിങ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആ പൈസ അടയ്ക്കണം, എങ്ങനെയെങ്കിലും ആ പൈസ ഒന്ന് അടയ്ക്കണം, അല്ലെങ്കിൽ അടുത്ത മാസം ബൗൺസ് ആവും പറയും. പക്ഷെ ഒരിക്കലും ഒരു ഫൈനാൻസും ഞങ്ങളെ വിളിച്ച് ചോദിക്കാൻ പാടില്ല, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസ അടയ്ക്കുന്ന പറയുന്നത് വളരെ മേഡം ഞങ്ങൾക്ക് കേൾക്കുമ്പോഴല്ലോ അത് ഞാനിപ്പോ എനിക്ക് പറഞ്ഞേ ഞാൻ അടയ്ക്കുന്നത് ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ വേണം. ഞാൻ എന്ത് മറുപടി പറയണ്ട? ഇപ്പോ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ ഇടപെടൽ, ക്രൂരത അനുവദിക്കില്ലെന്ന് മന്ത്രി കെ രാജൻ. അടിയന്തരമായിട്ട് ഇടപെടും, സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടും. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മനുഷ്യത്വമുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇടപെടലുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ആ വിധത്തിൽ ക്യാമ്പുകളിൽ കിടക്കുന്ന ആളുകളുടെ ഏതെങ്കിലും വിധത്തിലുള്ള പണം ഈടാക്കുന്ന നടപടി ഇപ്പോൾ തുടരാൻ കഴിയില്ല. സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടവരെ ഫോണിൽ വിളിച്ച് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് തുകയടക്കാനുള്ള സ്വകാര്യ കമ്പനികളുടെ സമ്മർദ്ദതന്ത്രം. റിപ്പോർട്ടർ, വയനാട്.